ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ആറ്റിങ്ങലാണുള്ളത്. ഇത് ആറ്റിങ്ങൽ പാലസിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പം കാണുന്ന ഒരു ഭാഗമാണിത്. ഞാനിപ്പോൾ അവിടെ നിൽക്കുകയാണ്. ഒരാവശ്യത്തിനായിട്ട് ഞാൻ ആറ്റിങ്ങൽ വരെ വന്നതാണ്. സോ ഇന്ന് ഞാൻ ഫ്രീ ആണ്. അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നിന്ന് പോകുന്നത് വർക്കലയോട്ടാണ്. വർക്കലയിൽ നിന്ന് കാപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വർക്കല ബീച്ച്, കാപ്പിൽ ബീച്ചാണ്. അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. അതിനായിട്ട് ഫുൾ വീഡിയോ നിങ്ങൾ കാണണം. ഞാൻ അങ്ങനെയൊന്നും യാത്ര പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ ഞാൻ എവിടെയെങ്കിലും എത്തിപ്പെട്ടാൽ അവിടെ എവിടെയെങ്കിലും നല്ല സ്ഥലങ്ങളുണ്ടോ എന്ന് ഞാൻ നോക്കും, പോകും, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും, തിരിച്ചു വരും. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വർക്കലത്തെ വിശേഷങ്ങളും കാപ്പിൽ ബീച്ചിലെ വിശേഷങ്ങളും നമുക്ക് കാണാം. കുറച്ച് ദൂരം കൂടെ ഉള്ളൂ ഇനി വർക്കല ബീച്ചിലെത്താനായിട്ട്. ഞാനിപ്പോൾ വർക്കല ബീച്ചിൻ്റെ എൻട്രൻസ് ആണിത്. ഇങ്ങനെ കയറി വരുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഇതാണ് പാർക്കിംഗ് ഏരിയ. ഇവിടെയാണ് ഞാൻ വണ്ടി പാർക്ക് ചെയ്തത്. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ മുന്നോട്ട് വന്നു. വർക്കല ബീച്ച് വരുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. നേരെ തന്നെ വ്യൂ പോയിൻ്റാണ്, അതായത് കടൽ തന്നെയാണ്. ഇവിടെ ലേഡീസിൻ്റെ പോലീസൊക്കെ വണ്ടി കിടപ്പുണ്ട്. എന്തെങ്കിലും പെൺകുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, പോലീസും ഉണ്ട് ഇവിടെ. അല്ലാതെ വുമൺ ആൻഡ് മെൻ പോലീസ് രണ്ടുപേരും ഉണ്ട് ഇവിടെ. വളരെ സേഫ്റ്റിയാണ്. ഇപ്പം കർക്കിടകത്തിൻ്റെ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ബലിയിടുന്ന ഒരു ടൈമിംഗ് ആണ്. ആ സമയത്താണ് ഞാനിവിടെ വന്നത്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ പൂജാരിമാർ ഇതുപോലെ ഓരോ സ്ഥലത്ത് ഇതുപോലെ പൂജാകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. ഇപ്പോൾ സമയം 10 മണിയായിട്ടേ ഉള്ളൂ. ഞാൻ രാവിലെ ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങിയതാണ്, പക്ഷേ ആ കാര്യം നടന്നില്ല. അതാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പലയിടങ്ങളിലായിട്ട് കുറച്ച് ആൾക്കാരെ നിൽപ്പുള്ളൂ. ഇനി വൈകുന്നേരങ്ങളിലാണ് ഇവിടേക്ക് തിരക്ക് വരുന്നത്. ഞാൻ വർക്കല അധികം സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഇവിടെ ഭയങ്കര വെയിലാണ്. ഒട്ടും പറ്റുന്നില്ല. എൻ്റെ കണ്ണ് ഭയങ്കരമായിട്ട് അങ്ങ് ഹെവി പെയിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ വർക്കലയിൽ നിന്ന് തിരിച്ച് കാപ്പിൽ ബീച്ചിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാപ്പിൽ ബീച്ച് ഇവിടെ നിന്ന് അടുത്താണ്, വളരെ അടുത്താണ്. വർക്കല എത്തിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് കാപ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഈ റോഡിൽ നിന്ന് തന്നെ ഷോർട്ട് എടുത്ത് പോകാവുന്നതേ ഉള്ളൂ. ഇതാണ് വർക്കല ബീച്ചിൻ്റെ മുകൾ ഭാഗം. അവിടെ നിന്ന് ഞാൻ ജസ്റ്റ് മേളിൽ വരെ ഒന്ന് പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന ആ കാണുന്നതാണ് കടൽ ഭാഗം എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് ഹോട്ടലൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ വർക്കല ബീച്ചിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിനോട് ചേർന്നിരിക്കുന്ന ഒരു കുളമാണ് ഈ കാണുന്നത്. ഈ റോഡ് സൈഡിൽ കൂടെയാണ് ഞാൻ കാപ്പിൽ ബീച്ചിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ചെറിയൊരു കമൻ്റായിട്ടൊക്കെ ഇടുക. അപ്പോൾ കാപ്പിൽ ബീച്ചിലെ കാഴ്ചകൾ ഇനി കാണാൻ ഞാനിവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് കാപ്പിൽ ബീച്ചിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ കാപ്പിലോട്ട് ബീച്ചിലോട്ട് കയറി വരുമ്പോൾ ഇതുപോലൊരു പാലമാണ്. പാലത്തിൻ്റെ ഇടതുവശത്തായിട്ട് ഇതുപോലൊരു കായൽ പോലത്തെ കാണാം. വലതുവശത്തായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് കടലാ കാണുന്നത്. അവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. വണ്ടി പോകുന്ന സ്ഥലമാണ്. നമുക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ബോട്ടാണ്. ബോട്ട് സർവീസാണ് ഇവിടെ നടത്തുന്നത്. കാപ്പിൽ ബോട്ട് ക്ലബ്ബാണ് ഇവിടെ. ഇപ്പോൾ ഈ ഒരു പകൽ നേരം ആയതുകൊണ്ട് ഇവിടെ ആൾക്കാരും ഇല്ല. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു കെട്ടിടത്തിലൊക്കെ പാട്ടും മ്യൂസിക്കൊക്കെ കേൾക്കുന്നുണ്ട്. ആളുണ്ടായിരിക്കണം അവിടെ. വൈകുന്നേരങ്ങളിലായിരിക്കും ഇവർ സർവീസ് ചെയ്യുന്നത്. ഒരുപാട് ഇത് ഉണ്ടെന്ന് തോന്നുന്നു, കാരണം 2-3 ബോട്ടുകളെല്ലാം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ഇതിൻ്റെ അവസാനം ഇടുന്നതായിരിക്കും, കാരണം ഞാൻ വൈകുന്നേരം ഇനി ഇവിടെ നിന്ന് ഇറങ്ങത്തുള്ളൂ. അന്നേരം ഇവിടുത്തെ സർവീസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്കിനി മുന്നോട്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാം. ഇതാണ് ബോട്ട് സർവീസ്. ഞാൻ ഫസ്റ്റ് ടൈം അല്ല വരുന്നത്, മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്. 2018 എൻ്റെ കസിൻ ഫാമിലി നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ അവരെ പിന്നെ അവരുടെ വീട് പരവൂരാണ്. ഇവിടെ നിന്ന് അടുത്ത് ഒരു 6 കിലോമീറ്റർ പോലും ഇല്ല പരവൂര്. അവിടെയാണ് അവരുടെ ഫാമിലി, അവരുടെ ഹസ്ബൻഡേയൊക്കെ വീട്. അപ്പോൾ ഞങ്ങൾ അവരെ പിള്ളേരെയും കൊണ്ടുവന്ന് കറങ്ങാനായിട്ട് ഞാനും എൻ്റെ കസിനും കൂടി, ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് അവരെ ഇവിടെ കൊണ്ടുവന്നത്. അന്ന് ഒരുപാട് സമയമൊന്നും ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല, കാരണം എനിക്ക് തിരിച്ച് വൈകുന്നേരം തന്നെ എറണാകുളത്ത് പോവുകയും വേണമായിരുന്നു. അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്തില്ല. ഇതാണ് കാപ്പിൽ ക്ലബ്ബ്, ബോട്ട് സർവീസ് ഇൻ്റർനാഷണൽ ബോട്ട് ക്ലബ്ബ് എന്നാണ് ഇതിൻ്റെ പേര്.
ഒരുപാട് പേര് ബോട്ട് സർവീസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വർക്കല വരുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ വർക്കല ബീച്ച് മാത്രം വന്നിട്ട് പോകരുത്. നിങ്ങൾ കാപ്പിൽ ബീച്ചിലും വരണം. അതുപോലെ തന്നെ പരവൂർ അവിടെ പരവൂരും അതുപോലെ നല്ല പ്ലേസ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ അവിടെ അധികം കറങ്ങിയിട്ടൊന്നുമില്ല. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പരവൂരും കൂടെ കറങ്ങാൻ പറ്റിയ സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും പോകാൻ പറ്റും. അപ്പോൾ നമുക്കിനി മുന്നോട്ടുള്ള യാത്രകൾ നമുക്ക് കാണാം. ഇത് ബസ് സർവീസുള്ള റോഡാണിത്. കാപ്പിൽ വർക്കല 5 തെങ്ങ് അങ്ങനെയൊക്കെയുള്ള റൂട്ട് വഴി പോകുന്ന ബസ്സുകളിലൊക്കെ നിങ്ങൾക്ക് കയറാവുന്നതേ ഉള്ളൂ. വർക്കലയിൽ നിന്ന് ഡയറക്റ്റ് കാപ്പിൽ പോകുന്ന അല്ലെങ്കിൽ പരവൂർ പോകുന്ന ബസ്സിൽ കയറിയാലും ഈ റൂട്ടിലൂടെ തന്നെ നിങ്ങൾക്ക് വരാൻ പറ്റും. 2 വീലറുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടെ സൗകര്യം. അപ്പം മുന്നോട്ട് നമുക്ക് യാത്ര ചെയ്യാം കാപ്പിൽ വിശേഷങ്ങളിലേക്ക്. കാപ്പിൽ ബീച്ച് ഇതാണ് നേരെ പോകുന്ന സ്ട്രെയിറ്റ് റോഡ്. റൈറ്റ് സൈഡിൽ കായലും ലെഫ്റ്റ് സൈഡിൽ കടലുമാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണിത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ സ്ഥലം. കാരണം അന്ന് ഞാൻ മനസ്സ് നിറഞ്ഞല്ല ഞാൻ ഇവിടെ നിന്ന് പോയത്. എൻ്റെ അനിയത്തി പോലും അങ്ങനെയല്ല പോയത്. അവൾ അന്ന് പറഞ്ഞിരുന്നു, ചേച്ചി നമുക്ക് പിന്നെ ഒരിക്കൽ വരാമെന്ന്. പക്ഷേ അവളിപ്പോൾ എൻ്റെ കൂടെ ഇല്ല. അവൾ എറണാകുളത്താണ്, ഞാനിപ്പോൾ നാട്ടിലുണ്ട്. അപ്പം അവളിനി വരുന്നുണ്ടെന്ന് അവളെയും കൊണ്ട് ഒരു ദിവസം കൊണ്ട് ഇവിടെ വരണം. ഞാൻ തന്നെ ഇന്ന് ആർക്കെങ്കിലും വന്ന് വെറുതെ വീട്ടിൽ ഇരുന്നിട്ട് വേറെ കാര്യങ്ങളൊന്നും എനിക്കിന്നില്ല സ്പെഷ്യലായിട്ട്. അത് കാരണം ഞാൻ ഇറങ്ങിയതാണ്. അപ്പം ഇതാണ് ആ ഒരു സ്ഥലം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പൈസ വേസ്റ്റായി അല്ലെങ്കിൽ പൈസ നഷ്ടമായി പോയി എന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം അത്രയും നല്ലൊരു സ്ഥലമാണിത്. ഇതിൻ്റെ എൻഡിങ്ങിലാണ് പോകേണ്ടത്. അവിടെയാണ് ശരിക്കും കാഴ്ചയുള്ളത്. അത് കാണാനാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇവിടെ വരുന്നത്. ഇതേ നോക്കി എത്ര മനോഹരമായിട്ടാണ് കല്ലുകൾ ഇതുപോലെ കടലിൻ്റെ സൈഡ് അരുവികളിലായിട്ട് അടുക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നത്. നോക്കി എത്ര മനോഹരമായിട്ട് അവർ അടുക്കിയിരിക്കുന്നത്. മുമ്പത്തെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പെരുമാതുറ ബീച്ച്. അതെൻ്റെ വീട്ടിൽ നിന്ന് വെറും 6 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഇത് 1 അവർ കൂടുതൽ ദൂരമുണ്ട്. അവിടുത്തെ പാറകളെന്ന് പറയുന്നത് ഭയങ്കര വലിയ പാറകളായിരുന്നു. ഇത് പാറകൾക്ക് ചെറിയ കഷ്ണമെന്നല്ല ഞാൻ പറയുന്നത്, വലിയ പാറകൾ തന്നെയാണ്. പക്ഷെ അതിൻ്റെ അത്രയും മനോഹരമായിട്ട് അടുക്കിയിട്ടുണ്ട് ഇതും. അത് വലിയ പാറകൾ. ഇത് ഓരോന്നായിട്ട് ഭംഗിക്ക് തന്നെ അടുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സൈഡുകളിലും വണ്ടി പാർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ എങ്കിലും നമ്മൾ എന്തുകൊണ്ടും വണ്ടി റോഡിൽ നിന്ന് മാറ്റി പാർപ്പിക്കുന്നത് തന്നെയാണ് നല്ലത്. ഞാനിവിടെ വണ്ടി വെച്ചു. ഞാൻ റോഡിൽ നിന്ന് മാറ്റി വണ്ടി ഇങ്ങോട്ടേക്കാണ് വെച്ചത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് കയറാം. മുകളിലോട്ട് കയറുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കാലൊന്നും മുറിയാതെ നോക്കണം. പ്രായം ചെന്നവരെയൊക്കെ കൈ നന്നായിട്ട് മുറുകെ പിടിച്ച് വേണം മുകളിലോട്ട് കയറ്റാനായിട്ട്. സൂക്ഷിച്ച് വേണം നടക്കാൻ. ഓരോ കല്ലും പല രീതിയിൽ പല പൊസിഷനിലാണ് ഇരിക്കുന്നത്. കാല് മുറിയാതെ. ചെറിയ കുഴികളുണ്ട്. അപ്പോൾ കാലൊന്നും കുഴിയിലും ചാടാതെ നോക്കണം. ഇതാണ് ഇതിൻ്റെ മുകളിൽ ഇതിന് കാണുന്ന കാഴ്ച. ഇത്ര മനോഹരമായിട്ടാണ് കടലൊക്കെ അലയടിക്കുന്നത്. കുറച്ചും കൂടെ മുന്നോട്ട് തന്നെ ഞാൻ പോകാം. ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം സൈഡ് മൊത്തം പായലാണ്. അതുകൊണ്ട് തെന്നി എങ്ങാനും വീണ ഒരു സുഖവും കാണത്തില്ല. അത് കാരണം നമ്മൾ ശരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ ഒരു സാഹസത്തിന് വേണ്ടിയിട്ട് മുതിരരുത്. നമ്മൾ എന്തും ചെയ്യാം എന്നുള്ള രീതിയിലല്ല. നമ്മുടെ ഓരോ ജീവനും വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പം പലരും മറന്നുപോയി ആസ്വദിക്കുന്നവരുണ്ട്. ജീവനെ പോലും മറന്നുപോയി. ഇത് നോർത്ത് ഇന്ത്യൻ ഫാമിലീസാണ്. ഇവരെന്നെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചായിരുന്നു കുറച്ച് മുമ്പേ. ഇത് ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. കാരണം അവരുടെ ഫോണിലാണ് ഞാൻ അവരുടെ ഫോട്ടോസ് വീഡിയോസ് എടുത്ത് കൊടുത്തത്. അപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച ഇതാണ്. ഇത്രയും മനോഹരമായിട്ടുള്ള ആകാശത്തെയും കടലിനെയും ഉണ്ടാക്കിയ ദൈവത്തെ എപ്പോഴും ഞാൻ ഓർക്കുന്നു. എങ്കിലും ഞാൻ ദൈവത്തെ മറന്നു പോകുന്ന സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ ജസ്റ്റ് ആകാശവും കടലൊന്ന് നോക്കും. അന്നേരം തന്നെ എൻ്റെ അഹങ്കാരമൊക്കെ അങ്ങ് നിൽക്കും. കാരണം ഇത്രയും വലിയൊരു ലോകത്തെ, ഈ ഭൂമിയെയും ആകാശത്തെ സൃഷ്ടിച്ച ദൈവം എത്ര വലിയവനാണെന്ന് ഞാൻ ഇതിലൂടെ തന്നെ ആ വലിപ്പത്തെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്.
ആ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല എന്നുള്ളത് ഞാൻ ഈ നിമിഷത്തിൽ തന്നെ എന്നല്ല എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. എൻ്റെ അഹങ്കാരം വരുമ്പം ഞാൻ ആകാശത്തോട്ട് നോക്കി ദൈവത്തിനോട് പ്രാർത്ഥിക്കാറുണ്ട്. ഈ കണ്ടോ, ഇതുപോലെ ആ പായൽ പിടിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നില്ല. ഇനി ഇവിടെ ഭയങ്കര വെയിലാണ്. ഞാൻ സൺഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിലും കണ്ണിനത്ര പ്രൊട്ടക്റ്റീവ് അല്ല. കാരണം അത് വലിയൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള സൺഗ്ലാസ് ഒന്നുമല്ല, ഒരു നോർമൽ സൺഗ്ലാസ്സാണ് വെച്ചിരിക്കുന്നത്. അത് ഈ പറയുന്ന വെയിലൊന്നും ഒന്നും ആവാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ കാണുന്ന പോലെ കുറേ തെങ്ങുകളും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ തണലുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ടങ്ങ് പോകും. അപ്പം ഞാൻ മുന്നോട്ട് വണ്ടിയും കൊണ്ട് വന്നു. ഇതാണ് മുമ്പിൽ, അതായത് ആ പാലത്തിൽ കൂടെയാണ് ഞാൻ ഇറങ്ങി വന്നത്. പക്ഷേ അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് ഇറങ്ങാൻ നമുക്ക് പറ്റത്തില്ല. ഞാൻ നേരത്തെ കാണിച്ച അവിടെ നിന്ന് തന്നെ, ഇതിപ്പോൾ കാറ് വരുന്ന പോലെ അവിടെ നിന്ന് തന്നെ വരണം. നോക്കി വേണം വരാൻ, കാരണം ചെളിയൊക്കെ ആയി കിടക്കുവാണ്. മഴ പെയ്ത് ആകെ ചെളിയായിട്ടിരിക്കുന്ന വണ്ടി തെന്നാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. അപ്പം അതേ ഞാൻ എൻ്റെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഈ കാറ്റാടി മരത്തിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. ഞാൻ പൊതുവേ അങ്ങനെ യാത്രകളൊന്നും പോയിട്ടില്ല. ഒരുപാട് യാത്രകളൊന്നും ഞാൻ പോയ ഒരാളൊന്നുമല്ല. ഇതിലെ കായൊക്കെ നമുക്കൊരു നോസ്റ്റാൾജിയാണ്. പൈനാപ്പിൾ പോലെയൊക്കെ ഫീൽ ചെയ്യും, ചെറിയ പൈനാപ്പിൾ. ഒത്തിരി നിറയെ മരങ്ങളുള്ളത് കാരണം നമുക്ക് കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഒരു പിക്നിക്കിൻ്റെ ഫീല് നമുക്ക് എന്തായാലും ഇവിടെ വന്നാൽ നമുക്ക് ഫീൽ ചെയ്യാം. നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയതുപോലെ നമുക്ക് തോന്നും. അപ്പോൾ ഫുഡൊക്കെ ആയിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രാവിലെ വന്ന് വൈകുന്നേരം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാമെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്. ഫാമിലിയായിട്ട് വരുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. കാരണം ഇവിടെ വന്നിട്ട് വെറുതെ ഇങ്ങനെ എന്നെപ്പോലെ ഒറ്റയ്ക്ക് വായി നോക്കി ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നല്ല മൊമെൻറ്റ്സുകളൊക്കെ കിട്ടണമെങ്കിൽ ഫാമിലിയായിട്ടൊക്കെ തന്നെ വരണം. അപ്പം ഇവിടെ വർക്കല ട്രിവാൻഡ്രം ഭാഗത്തേക്ക് വരുന്നവരൊക്കെ ഇവിടെയും കൂടെ ഒന്ന് കയറുക. നല്ലൊരു പ്ലേസാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അധികമായിട്ട് ആണ് യാത്ര ചെയ്തിട്ടുള്ളത്. കാരണം ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലായിരുന്നപ്പം സ്കൂളിൽ നിന്ന് പോകുന്ന എല്ലാ വെക്കേഷനും പപ്പ ഞങ്ങളെ വിടുമായിരുന്നു. അതുപോലെ ഇങ്ങനെയുള്ള കാറ്റടി മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും സിസ്റ്റർമാർ. ഞങ്ങൾ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചതും വളർന്നതൊക്കെ. അപ്പോൾ അവിടെ ഞങ്ങളിങ്ങനെ നിൽക്കുമ്പം ഒരുപാട് കുട്ടികളൊക്കെ ഇതുപോലെ ഈ ഉണങ്ങിയ സ്ഥലത്തൊക്കെ ഞങ്ങൾ പേപ്പറൊക്കെ വിരിച്ചിട്ട് എല്ലാവരും ടിഫിൻ കൊണ്ടുവന്ന ടിഫിൻസുകളെല്ലാം ആ ഒരു പേപ്പറിൽ ഇട്ട് ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പം എല്ലാവരും കൊണ്ടുവന്ന ഫുഡ് എല്ലാവരും കുറേശ്ശെ ആയിട്ട് തിന്ന് വളരെ സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു. പാട്ടൊക്കെ പാടി കളിച്ച് തിമിർത്ത് വൈകുന്നേരങ്ങളിൽ തിരിച്ച് കോൺവെൻറ്റിലേക്ക് തന്നെ മടങ്ങി പോകുന്നൊരവസ്ഥ. പക്ഷെ കേരളത്തിൽ വന്നതിന് ശേഷം സത്യത്തിൽ ഞാൻ എങ്ങും പോയിട്ടില്ല. ഞാൻ കോളേജിൽ പോയപ്പോഴത്തേക്കാണെന്ന് തോന്നുന്നു 2010 ഞാൻ കോളേജിൽ പോയി. 2011 ഞങ്ങൾ വൺ ഡേ ട്രിപ്പ് പോയി. പാലരുവി വെള്ളച്ചാട്ടം, പാലരുവി കിളിമാനൂർ ആ ഒരു റൂട്ടാണ്. പാലരുവി പോയത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വൺ ഡേ ടൂറായിരുന്നു അതും. പിന്നെ അതിനുശേഷം ഞാൻ എറണാകുളത്ത് ജോലിക്ക് വന്നതിന് ശേഷമാണ് പല സ്ഥലങ്ങളും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഏകദേശം എറണാകുളം മൊത്തം ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി എറണാകുളം കാണാത്ത സ്ഥലങ്ങളൊന്നും ഇല്ല. അപ്പം അങ്ങനെ പോയതാണ്. പിന്നെ അതിനുശേഷം ഞാൻ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷമാണെന്ന് തോന്നുന്നു ഞാൻ പല സന്ദർഭങ്ങളിലും പല സ്ഥലത്ത് പോയി വീഡിയോസുകളൊക്കെ ഇടാൻ തുടങ്ങി. ഇതിനു മുമ്പ് ഈ ഞാൻ ഈ ഇട്ടിരിക്കുന്ന വീഡിയോസിൽ വന്ന സ്ഥലങ്ങളെല്ലാം പൊതുവെ ഞാൻ ഒരു തവണയെങ്കിലും പോയ സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ അവസാനത്തെ, അതായത് ഈ വ്യൂ പോയിൻ്റ്, ഈ കാപ്പിൽ ബീച്ചിൽ വന്നാൽ ഇവിടെ പോകാതെ നിങ്ങൾ തിരിച്ച് മടങ്ങരുത്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റാണിത്. നമുക്കിനി മുന്നോട്ട് പോകാം. കുറച്ച് പേരൊക്കെ അതിൻ്റെ മുകളിലിരുന്ന് കടൽ കണ്ട് ആസ്വദിക്കുകയാണ്. ഇത് പുതുതായിട്ട് വന്നൊരു ഹോട്ടലാണിത്. മുമ്പ് ഞങ്ങൾ വന്ന സമയത്ത് ഈ ഹോട്ടലിലിരിക്കുന്ന സ്ഥലത്ത് ഒരുപാട് കുഞ്ഞു പെട്ടിക്കടകളായിരുന്നു.
അതായത് ജ്യൂസ് ഷോപ്പ്, പിന്നെ ചെറിയ സ്നാക്സിൻ്റെ കടകൾ, അങ്ങനെയൊക്കെയുള്ള കടകളായിരുന്നു. അതൊക്കെ മാറ്റിയിട്ടാണെന്ന് തോന്നി ഇപ്പോൾ ഇത്രയും സ്ഥലം അവർ വാങ്ങിച്ച് ഹോട്ടൽ പണിത്. സീ ഫുഡും അല്ലാതെ ഫിഷ് ഐറ്റംസുകളാണ് ഇവിടെ ഉള്ളത്. റേറ്റുകളൊക്കെ അത്യാവശ്യം ഹൈ ആയിരിക്കും. കാരണം ഇവിടെയൊക്കെ ഞാൻ പൊതുവേ മുമ്പൊക്കെ അന്ന് വന്നപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് പോയപ്പം ബിരിയാണി തന്നെ ഒരു നോർമൽ 130, 150 ഒക്കെ ഉള്ളത് 200-ന് അടുത്തായിരുന്നു ഇവിടെ ബിരിയാണിയൊക്കെ. അപ്പം ഫാമിലിയോടെ വന്നവർക്ക് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ പാറകളെല്ലാം കൊണ്ടിട്ടിരിക്കുകയാണ്. ഈ കടലിൻ്റെ സൈഡുകളെല്ലാം പാറകൾ കൊണ്ട് നിരത്തിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാറകൾ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. ഓൾറെഡി ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ JCB കണ്ടോ, JCB വെച്ച് പാറകളൊക്കെ അവിടെ ഒരേപോലെ ലെവലിലാക്കി. എന്തൊരു ഹാർഡ് വർക്കാണല്ലേ ഇവർ ചെയ്യുന്നത്. ഇത്ര വലിയൊരു ഹാർഡ് വർക്കാണ് അവർ ചെയ്യുന്നത്. ശരി, ആ മിഷൻ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ കൂടി അവർ ആ കൈകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ ഓരോ കല്ലുകളെടുത്ത് വെക്കുന്നത്. ഇനി അടുത്ത ഒരു സെക്ഷനാണ് ഇതുപോലെ കാറ്റാടി മരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഭാഗം അങ്ങ് അറ്റം വരെയുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ടീ ഷോപ്പുണ്ട്. അതായത് ക്യാബേജ്, കോളിഫ്ലവറിൻ്റെയൊക്കെ സ്നാക്സാണ്. ഒരു പ്ലേറ്റിന് 50 റുപ്പീസാണെന്ന് തോന്നുന്നു. അപ്പം അത്യാവശ്യം വയറ് നിറയാനുള്ളതുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് തന്നെ പോകാം. ഇതുപോലെ നിറയെ കാറ്റാടി മരങ്ങൾ. കുട്ടികളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സൈഡുകളിലൊന്നും കൊണ്ടുപോകാതെ, അഥവാ കൊണ്ടുപോയാൽ തന്നെ അവരുടെ കൈകളൊക്കെ പിടിച്ചിട്ടൊക്കെ വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഇവിടെ ഇരുന്ന് കളിക്കാനും വർത്താനം പറയാനും ഓടിക്കളിക്കാനൊക്കെ സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ ഞാൻ എല്ലായിടത്തും ഫോക്കസ് ചെയ്യുന്നില്ല. കാരണം പല സ്ഥലങ്ങളിലും മിങ്കിളായിട്ടൊക്കെയാണ് പലരും ഇരിക്കുന്നത്. അവരോടായിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മളെ സ്നേഹിച്ച് കഴിഞ്ഞാൽ നമ്മളെ അനാവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ആരുടെ മുമ്പിൽ നമ്മളെ ഇട്ട് കൊടുക്കത്തില്ല. സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ പ്രണയമെന്ന് പറയുന്നത്, സ്നേഹമെന്ന് പറയുന്നത് ഒരിക്കലും ഒരു ശരീരത്തിനോടല്ല. അത് വെറും ഒരു താൽക്കാലികം മാത്രമാണ്. ഒരു വ്യക്തിത്വത്തിനോട്, ഒരു വ്യക്തിയോട് തോന്നുന്ന റെസ്പെക്റ്റും സ്നേഹവും കരുതലും, അതൊക്കെയാണ് ഒരു സ്നേഹം. അതൊക്കെ ഇന്നത്തെ കാലത്ത് അത് ഉണ്ടോ എന്നുള്ളത് വളരെ സംശയമാണ്. ഞാനും ഒരു 90s കിഡാണ്. എന്നെ സംബന്ധിച്ച് ഇതൊന്നും ഞാൻ അനുവദിച്ച് കൊടുക്കുന്ന ഒരാളുമല്ല. ഞാനത് സമ്മതിക്കുന്ന ഒരാളല്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പബ്ലിക്കിൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആരോടും ഞാൻ എതിർക്കാൻ പോകത്തില്ല, ഞാനൊന്നും പറയാൻ പറ്റത്തില്ല. അവർക്ക് അവരുടേതായ പക്വതയും കാര്യങ്ങളും ചിന്താഗതികളൊക്കെ ഉണ്ട്. അത് അവരാണ് തീരുമാനിക്കേണ്ടത് ഞാൻ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നുള്ളത്. ഇത്രയൊക്കെ ചിന്തിക്കാൻ അവർക്ക് അറിയാമെങ്കിൽ നല്ലതും ചീത്തതും ചിന്തിക്കാനും കൂടി അവരറിയണമല്ലോ. നമ്മൾ പോലും ഞാനൊക്കെ ഈ പ്രായത്തിലേക്ക് സത്യത്തിൽ കളിച്ച് ചിരിച്ച് എന്തോ പറയണ സാറ്റും കളിച്ച് ശരിക്കും സൈക്കിൾ സവാരിയൊക്കെ ചെയ്തു. ഫ്രണ്ട്സിൻ്റെ കൂടെ കല്ല് പറക്കി കളിക്കുക, സാറ്റ് കളിക്കുക. സത്യം ഞാൻ അതൊക്കെ ഓർത്തു പോകുന്നു. ഈ ഒരു പ്രായത്തിലൊക്കെ ഞാൻ അങ്ങനെയായിരുന്നല്ലോ എന്ന്. ഇപ്പോൾ പോലും പ്രണയത്തിനോടൊരിക്കലും ഞാൻ എതിർക്കുന്ന ഒരാളല്ല. ഇഷ്ടം, പ്രണയം, സ്നേഹം അതൊക്കെ ദൈവം തന്നെ പറയുന്നുണ്ട്, സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളത്. പക്ഷെ സ്നേഹത്തിനൊരു പ്യൂരിറ്റി ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ അത് നഷ്ടപ്പെട്ടൊരവസ്ഥയാണ്. ഇത് ശരീരത്തിനോടുള്ള സ്നേഹമാണ്. അതൊക്കെ വെറും താൽക്കാലികം മാത്രമാണ്. അതിനോടുള്ളൊരു ആഗ്രഹം തീരുമ്പോഴത്തേക്ക് ഇതെല്ലാം കഴിയും. നമുക്കത് വിടാം. അപ്പോൾ നമുക്കിത് മുന്നോട്ട് തന്നെ യാത്ര ചെയ്തുപോലെ നിറയെ കാറ്റാടി മരങ്ങളുണ്ട്. ഇവിടെ കാറ്റാടി മരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഐസ്ക്രീം ചേട്ടനൊക്കെ വണ്ടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഐസ്ക്രീം ഈ കൂട്ടത്തിൽ കഴിക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് പേര് പുറത്തുനിന്നാണ് വന്നിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന് ഒക്കെ അവരിവിടെ മിക്കവാറും വർക്കല വന്നതായിരിക്കും. അപ്പോൾ വർക്കല വന്നപ്പോൾ അവിടെ റൂമൊക്കെ എടുത്ത് താമസിച്ചിട്ട് ഇവിടെയും കൂടെ വന്നതായിരിക്കും. ഇതാണ് ആ കായലിൻ്റെ ഭാഗം. ഇവിടെയൊക്കെ ഇറങ്ങാൻ പറ്റത്തില്ല. ഇവിടെ ഇത്തിരി ആഴമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഞാനും കൂടി ഒന്ന് വെള്ളത്തിലോട്ടൊന്ന് ഇറങ്ങാം. എന്നാ തണുപ്പാണ്, നല്ല തണുപ്പ് വെള്ളത്തിന്, നല്ല തണുപ്പ്. കാരണം എൻ്റെ വീട് കായലിൻ്റെ അടുത്തായതുകൊണ്ട് എനിക്കറിയാം കായലിലെ വെള്ളം എന്ന് പറയുമ്പം
ഇത്രയും തണുപ്പില്ല. പക്ഷെ ഇത് കടലിൻ്റെ വെള്ളവും കൂടെ കായലിനോട് ചേർന്നിരിക്കുന്നതുകൊണ്ടാണ് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് വെള്ളത്തിൽ തന്നെ കിടക്കാൻ തോന്നുന്നു. പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ ഇപ്പം പ്രകൃതിക്ഷോഭമൊക്കെ നടക്കുന്നൊരു സമയമാണ്. അതായത് അസുഖങ്ങളൊക്കെ വരുന്നൊരു ടൈമാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള വെള്ളത്തിലൊന്നും നമ്മൾ നമ്മുടെ മൂക്കും തലയൊന്നും നനയിപ്പിക്കാതിരിക്കാൻ നോക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മുമ്പോട്ട് തന്നെ യാത്ര ചെയ്യാം. കുറച്ചും കൂടെ മുന്നോട്ട് ഞാൻ പോവുകയാണ്. മുന്നോട്ടുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇവിടെ വരുന്നവർ ഒരിക്കലും മിസ്സാകാതെ വേണം ഈ ഒരു ഏരിയ കവർ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും മനോഹരമായ ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഫ്രണ്ട്സുമായിട്ട് വന്നാൽ വളരെ നല്ലതായിരിക്കും, എൻജോയ്മെൻറ്റ് ചെയ്യാം. ഫാമിലിയായിട്ട് വന്നാൽ അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോസൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യാം. ഒരുപാട് ബാക്ക്ഗ്രൗണ്ടൊക്കെ സൂപ്പറാണ് ഇവിടുത്തെ ഫോട്ടോസിനൊക്കെ. ഞാനും കുറച്ച് ഫോട്ടോസുകളൊക്കെ സ്റ്റിൽ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. സെൽഫി ആയിട്ട് എടുത്തതാണ്, മറ്റൊരാളെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റിയില്ല. എല്ലാവരും അവരുടേതായ തിരക്കിലാണ്, അതുകൊണ്ട് ആരെയും കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചില്ല. ഇവിടെ ഒരു ഇറങ്ങുന്നതിൻ്റെ അവിടെ തന്നെ ഒരു ചേട്ടൻ ഷോപ്പ് ഇട്ടിട്ടുണ്ട്. ഇതേ കണ്ടോ കായലിൻ്റെ ഭാഗം. അങ്ങോട്ടേക്ക് ഭയങ്കര ആഴമുള്ള സ്ഥലമാണ്. ഇവിടേക്ക് നമുക്ക് ഇറങ്ങാവുന്ന ദൂരമേ ഉള്ളൂ, ഇറങ്ങാവുന്ന രീതി. പക്ഷേ എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, കുട്ടികളായിട്ടൊക്കെ ഇറങ്ങുമ്പം കൈ നന്നായിട്ട് മുറുകെ പിടിക്കണം. കുഞ്ഞുങ്ങളെ നമ്മളെപ്പോഴും നമ്മൾ കരുതണം. അവർക്ക് അത്രത്തോളം ചിന്തിക്കാനുള്ളതൊന്നും ആയിട്ടില്ലല്ലോ, അവർക്കറിയില്ലല്ലോ ഇതിനെ പറ്റിയൊന്നും. അപ്പോൾ നമ്മൾ മുതിർന്നവരെ വേണം കുഞ്ഞുങ്ങളെ കെയർ ചെയ്യാൻ. അവരെയും കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഫുൾ ഉത്തരവാദിത്വം അവരിൽ നമ്മൾ ചെയ്യണം. ഈ കടയിലുള്ളത് തണ്ണിമത്തൻ മുറിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ പൈനാപ്പിൾ മുറിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ കൂൾ ഡ്രിങ്ക്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. ഇവിടെ മൊത്തം നനഞ്ഞിരിക്കുകയാണ് ഈ കല്ലിൻ്റെ ഭാഗം. അതുകൊണ്ട് അവിടെ കയറുന്ന ഭയങ്കര റിസ്ക്കാണ്, തെന്നാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നില്ല. ഇനി നേരെ ഞാൻ താഴേക്ക് ഇറങ്ങുവാണ്. എന്നാ തണുപ്പ, നല്ല തണുത്ത വെള്ളം. നല്ല തണുത്ത വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഖം. ഓപ്പോസിറ്റ് എന്തൊക്കെയോ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതെന്തിൻ്റെയാണെന്ന് അറിയത്തില്ല. അവിടെ പാട്ടും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. എന്തോ ഒരു പ്രോഗ്രാമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ സൗണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. ആ കടലിലെ വെള്ളം ശരിക്കും ഇങ്ങോട്ട് ഇറങ്ങുവാണ്. കണ്ടോ, കൃത്യമായിട്ട് നമുക്കത് കാണാൻ പറ്റുമത്. കടലിലെ വെള്ളം ഇങ്ങനെ വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ കടലും കായലും കൂടി ഒരുമിക്കുന്ന ഒരു സ്ഥലം. ഇതാണ് അവിടെ ഈ കല്ലിങ്ങനെ നിരത്തിൽ ഇവിടെ മാത്രം അവർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. ഇത് തമിഴ് പിള്ളേരാണ്, തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ്. അവർ ആ ഫ്രണ്ടിൽ നിൽക്കുന്ന പയ്യൻ ഒരു ഫോട്ടോ ക്ലിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അതായത് കടലിൻ്റെ തിര അടിക്കുമ്പോൾ അവനിങ്ങനെ കൈയും നിവർത്തി പിടിച്ച് നിൽക്കുന്ന ഒരു വ്യൂ, ഒരു ഫോട്ടോ കിട്ടാനാണ് ആ പാവം കുട്ടി കുറേ നേരമായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ അടിക്കുന്ന തിരയെല്ലാം വളരെ ചെറുതായതുകൊണ്ട് പറ്റുന്നില്ല. എന്തായാലും ഒരെണ്ണം വരും. അവൻ ഇത്രയും ക്ഷമയോടെ കാത്തിരുന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഒരു വലിയ തിര അടിക്കുകയും ചെയ്യും. അവർ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുകയും ചെയ്യും. നമുക്ക് നോക്കാം. ആ വരുന്നത് വലിയ തിരയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കണ്ടോ, വെള്ളം മൊത്തം ആ കായലിലോട്ടാണ് ചെന്ന് കണക്റ്റ് ആവുന്നത്. ഇവിടെയൊക്കെ നമുക്ക് നിൽക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എങ്കിലും ഇവിടെയും വെള്ളം കയറും.
അത്രയും വലിയൊരു തിരയല്ല, എങ്കിലും നേരത്തെ കാട്ടി വലിയൊരു തിരയാണ്. ആ പയ്യൻ പേടിച്ച് പോയെന്ന് തോന്നുന്നു. അവരുടെ ക്ലിപ്പിൽ കിട്ടിയിട്ടുണ്ടാകട്ടെ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കടലും കായലും കൂടി ഒരുമിക്കുന്നൊരു നല്ലൊരു സംഗമം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇവിടെ നമുക്ക് കടലിൽ നന്നായിട്ട് കളിക്കണമെന്ന് താല്പര്യമുള്ളവർ ഇവിടെ വന്ന് കളിക്കുന്നത് വളരെ സേഫുള്ള കാര്യമാണ്, സേഫാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും കാപ്പിൽ ബീച്ച് കവർ ചെയ്തിട്ട് പോകുന്നവർ ഇവിടെയും കൂടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് വേണം പോകാൻ. രാവിലെ വന്നാൽ നമുക്ക് വൈകുന്നേരത്തോടുകൂടി തിരിച്ച് പോകാൻ രീതിയിൽ നമുക്ക് നല്ലൊരു വൺ ഡേ ട്രിപ്പിനായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലേസാണിത് കാപ്പിൽ ബീച്ച്. വർക്കലയും കൂടി ഒന്ന് കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നു വർക്കലയെക്കാട്ടി നല്ലത് എനിക്ക് കാപ്പിൽ ബീച്ചാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് എൻ്റെ അഭിപ്രായമാണ്, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. ഈ തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ബീച്ചുകളുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ പോകുമ്പം ഇതാണ് കാപ്പിൽ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയെന്ന് പറയുന്നത്. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞു. എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. ഞാൻ മുന്നോട്ട് പോകുന്നു. കടൽപ്പാമ്പ് ഇത് കടിക്കോ ഏട്ടാ? കടിക്കോ? അയ്യോ കുഴി വീണു. അതാണോ ചൂണ്ടയിൽ വീണത്? ചൂണ്ടയിൽ വീണത് അതാ? കൊഞ്ചാണോ കിട്ടിയത്? ഇതെന്തോ ഈ കൊഞ്ച് ഇവിടെ നിന്ന് കിട്ടിയതാ അതോ ചേട്ടൻ ഇത് ചൂണ്ടയിടാനായിട്ട് എടുത്തതാ? വേറെ എന്തോ കിട്ടി? എന്ത് മീനാ? കവറിലാ? ചേട്ടൻ കവറിലിട്ടിരിക്കുക. ഞാൻ തന്നെ വന്ന് നനഞ്ഞ് കുതിർന്നല്ലോ. ഒരു തൊപ്പി വെക്കരുതോ? ആ ചേട്ടനെ കിട്ടിയോ? ഓക്കെ ഓക്കെ. അപ്പോൾ ആ ചേട്ടന്മാരൊക്കെ മീൻ പിടിക്കട്ടെ, ഞാൻ തിരിച്ചു പോകുകയാണ്. അവിടെ നമുക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഞാൻ അവിടെ സ്പെൻഡ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഇപ്പം സമയം 2:15 ഇതാണ് ഞാൻ ഇരിക്കാൻ പറ്റുന്ന സ്ഥലമെന്ന് പറഞ്ഞത്. ഞാനിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ബുക്കൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ട്, അതുകൊണ്ട് വായിക്കണം. അങ്ങനെ ഒരു വൈകുന്നേരം ഇവിടെ നിന്ന് തിരിച്ച് പോകാനാണ് പരിപാടി. അതായത് ആ കടലിൻ്റെ ഓപ്പോസിറ്റ് ആ റോഡില്ലേ, ഞാൻ വന്ന ആ റോഡിൻ്റെ സൈഡിലായിട്ടാണ്, ഇങ്ങറ്റത്താണത് ഉള്ളത്. അപ്പോൾ ഞാൻ തിരിച്ച് പോകുകയാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ബോട്ട് സർവീസ്? ഇതാണ് ആ ബോട്ട് സർവീസ്. വൈകുന്നേരമാണിപ്പോൾ. ഇപ്പം മണി 4:15. ഈ സമയത്താണ്, ഇതിന് മുമ്പേ തുടങ്ങിയതാണ്. ഞാൻ അത്രയും സമയം അവിടെ വെയിറ്റിംഗ് ഏരിയയിൽ ഞാൻ അവിടെ പാർക്ക് പോലത്തെ സ്ഥലത്ത് ഇരിക്കുമായിരുന്നു. ഇതുപോലുള്ള ബോട്ട് സർവീസുകളൊക്കെയാണ് അവർ ചെയ്യുന്നത്. ഈ ബോട്ട് പോകാൻ പോവുകയാണ്. ഞാനൊന്ന് കാണിച്ചു തരാം. നാല് പേരിരിപ്പുണ്ട്. 4 പേര്. ഒന്ന് രണ്ട് മൂന്ന് നാല് 4 പേരിരിപ്പുണ്ട്. 4 പേർക്ക് ഒറ്റ ട്രിപ്പിൽ പോകാൻ പറ്റുന്ന ഒരിതാണ് ഇത്. അങ്ങറ്റം വരെ പോകുമെന്ന് തോന്നുന്നു. ഇത് പല രീതിയിൽ അവർ റൗണ്ടിങ്ങും സ്ട്രെയിറ്റും. ഇത്രയേ ഉള്ളൂ. കാപ്പിൽ ബീച്ചിൽ വരുന്നവർ, വർക്കലയ്ക്ക് വരുന്നവർ, ട്രിവാൻഡ്രം വർക്കല വരുന്നവർ വർക്കല ബീച്ചിലും കയറുക. ഒപ്പം അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പം കാപ്പിൽ ബീച്ചുണ്ട്. ഇവിടുത്തെ യാത്രകളും ഇവിടുത്തെ അനുഭവങ്ങളും ഇതൊക്കെയാണ്. ഇതും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലൊന്ന് ആസ്വദിക്കുക. അപ്പോൾ ശരി, ബൈ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ഏതെങ്കിലും ഒരു യാത്ര പോകുമ്പം അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. ലവ് യു ഓൾ. ഗോഡ് ബ്ലെസ് യു. ടാറ്റാ.